ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുവാൻ പോകുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ്. 45 നാഴിക മിഥുനം രാശിയിലും 15 നാഴിക കർക്കിടകം രാശിയിലും കൂടിച്ചേരുന്നതായ ദേവഗണ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. 45 നാഴിക മിഥുനം രാശിയിൽ വരുന്നതായ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തില് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബർ മാസത്തിൻ്റെ ആരംഭത്തില് ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത്. സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക് ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഈ നവംബർ മാസത്തില് ധാരാളം നേട്ടങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈ നവംബർ മാസത്തില് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്യുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. ശനീശ്വരനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോടു കൂടിയിട്ടും ആത്മാർത്ഥതയോടു കൂടിയിട്ടും പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും നീലപ്പട്ട് സമർപ്പണവും ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കൂടാതെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. പുണർദം നക്ഷത്രം 15 നാഴിക വരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തില് വളരെ അധികം ശ്രദ്ധയോടും മനോബലത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തില്. കുറച്ച് മാസങ്ങളായിട്ട് വിഷമതകൾ അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രം കർക്കിടകം രാശിയിലുള്ളവർക്ക് വിഷമതകൾക്കെല്ലാം മാറ്റം കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. സൗഭാഗ്യപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഭാഗ്യപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ. 5ാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നവംബർ മാസത്തിൻ്റെ ആരംഭത്തില് ചൊവ്വ 12ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. എന്നാലോ നവംബർ മാസം 13ാം തീയതിക്ക് ശേഷം ചൊവ്വയെ കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്.
പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഗുണാനുഭവങ്ങളെ പറയാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുവാനും പഠിപ്പിനോടുകൂടി തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. വിദേശവാസം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രം കർക്കിടകം രാശിയിലുള്ളവർക്ക്, വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ നവംബർ മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരിലും ഈ നവംബർ മാസം 13-ാം തീയതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നതായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരില് കൂടുതലായിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ സ്നേഹവും ആത്മബന്ധവും കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായ ഭിന്നതയും അസ്വാരസ്യങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുക വഴി മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. മംഗളകർമ്മങ്ങൾക്കായാലും ശുഭകർമ്മങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് ഈ സമയത്തൊക്കെ. ശാരീരികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള രോഗാരിഷ്ടതകളെയും ക്ഷീണാവസ്ഥകളെയും ശ്രദ്ധയോടു കൂടിയിട്ട് ഈ സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാന് കദളിപ്പഴവും താമരമുട്ടും കുറച്ച് നെയ്യും ഭഗവാന്റെ നടയിൽ വെച്ചിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കൂടാതെ ശനീശ്വരനാണെങ്കിൽ നീരാഞ്ജനവും ഭഗവാന് നീലപ്പട്ട് സമർപ്പിക്കുന്നതൊക്കെ ഈ സമയത്ത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്.